ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോമ്പുതുറ വിശേഷങ്ങളാണ്. ആരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കാണ് അവിടെ എത്തിയത്. രാവിലെ തന്നെ ഉമ്മയും അനിയത്തിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തി നോക്കുമ്പോഴേക്കും അവിടെ ഈ ഫ്രൈ ഐറ്റംസൊക്കെ തുടങ്ങിയിരിക്കണേ. ഇതാ ഉമ്മയുടെ അനിയത്തിയുടെ മോളാണ്, അവൾ പഴം പൊരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ മിക്ക സാധനങ്ങളും ഓർഡർ ചെയ്തേക്കാണ് കേട്ടോ. 1-2 സാധനങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ. പഴംപൊരി, പിന്നെ മിളക് ബജ്ജി, അതേപോലെ തന്നെ ഉള്ളിവട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓർഡർ ആക്കിയേക്കാണ് കേട്ടോ. അങ്ങനെ ഇവിടെ പഴം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. കുറച്ച് നേരം സംസാരിക്കൊക്കെ ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം കഴിക്കുമ്പോഴേക്കും ഒരു 4 മണിക്ക് സമയമാകുമ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ ഓൾറെഡി പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ച്. അങ്ങനെ അതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചക്കരമത്തി, പിന്നെ അതേപോലെ തന്നെ മുസമ്പി, മുന്തിരി, അതെല്ലാം ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കലക്കാമെന്ന് വെച്ചിട്ട് ടാങ്ക് കലക്കുകയാണ് കേട്ടോ. ടാങ്ക് കലക്കാമെന്ന് വെച്ച് അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അധികം വലിയ പണികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടുള്ള ഒരു പരിപാടീസൊക്കെ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ കട്ട്ലേറ്റ് പുറത്തുനിന്ന് ഓർഡർ ആക്കിയതായിരുന്നു, വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കണ ഏകദേശം ഒരു ടൈമായി കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് സെറ്റാക്കി വെക്കുകയാണേ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസ് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് വെച്ചിട്ടാണ് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നേട്ടാ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ താത്തയും അളിയനും ചിപ്പു അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ. അവർ വരാൻ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം ക്ഷീണിച്ച് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ടല്ലോ. അവരിതാ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി നിൽക്കുകയായിരുന്നേ. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പുതുറയ്ക്ക്. വീട്ടിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഉമ്മയും അനിയത്തിയും താത്തയും അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ടേബിളിലെല്ലാം സെറ്റാക്കി കൊടുന്ന് വെച്ച് അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് മാഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തായിട്ട് നിന്നിട്ടാ എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ തറാവീഹ് നിസ്കാരം അവിടെ നിന്ന് തന്നെ കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് നിസ്കാരമൊക്കെ ചെയ്തത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നത്. ഫുഡ് ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലി ആയിരുന്നു, സാലഡും പിന്നെ പായസം എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടി ആയിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.